ഭയങ്കരമായിട്ടുള്ള ഡാൻസ് ആണല്ലോ ഇദ്ദേഹത്തിന്റെ, ഒരു രക്ഷയില്ലാത്ത. പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലുവിന്റെ എല്ലാ സിനിമകളിലും അല്ലുവിന്റേതായ സ്റ്റെപ്പുകൾ വരാൻ തുടങ്ങി. പുതുമയുള്ള ഒരു സിനിമാ നടനാണോ ഈ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നത് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ഡാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം യുവാക്കളെ ഇത്രയേറെ അല്ലുവിലേക്ക് ആകർഷിക്കുന്നത്. നമ്പറുള്ള ടീഷർട്ട്, സ്കാർഫുള്ള പാന്റ്, കരിഷ്മ ബൈക്ക്. സോ ഹൗ യു ഡിസൈൻ ദാറ്റ് കോസ്റ്റ്യൂം ആൻഡ് അല്ലു അർജുൻ ക്യാരക്ടർ ഫോർ ദ മൂവി? காஸ்டியூம் எல்லாம் அல்லு அர்ஜுனோட ஹோம்வொர்க் தான். அவரோட ஸ்பெஷல் காஸ்டியூம் തിരുവനന്തപുരത്ത് ലാൽസാറിന്റെ സ്റ്റുഡിയോയിലാണ് അത് ഡബ് ചെയ്യുന്നത്. അപ്പൊ ഡബിങ് നടക്കുന്നതിനിടയ്ക്ക് ഇതുപോലെ ഡബിങ് കാണിച്ചു കൊടുക്കാൻ എന്റെ സ്കൂൾ പിള്ളേരെ കൊണ്ടുവരും. ഈ ചില്ലിന്റെ അപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇതിനിടയിലാണ് നമ്മൾ ഡബ് ചെയ്യാൻ, മനസ്സിലായത്? അപ്പൊ അങ്ങനത്തെ കട്ട കോമഡികൾ അരങ്ങേറിയിട്ടുള്ള പരിപാടികളാണ്. എനിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് സിനിമാ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പഠിക്കാൻ സാധിച്ചിട്ടില്ല. സൺഡേ ഹോളിഡേയിലൊക്കെ അതെ അല്ലു അർജുനെ കയറ്റി അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുഷ്പ 1 അവർ ആ ലിബർട്ടി തന്നത്. ഏത് ലിപ്പ് നോക്കണ്ടെന്നോ? ശരിയല്ല, ലിപ്പ് നോക്കണ്ട. മറ്റൊന്നല്ല, ആ എന്ന് പറയുമ്പോ ആയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, മനസ്സിലായോ? ഒരു പോയിന്റ് എത്തിയപ്പോ ഈ സൂര്യ ടിവിയിലും ഏഷ്യനെറ്റിലും കൈരളിയിലും എല്ലാ ശനിയും ഞാനും ഏതെങ്കിലും ചാനലിൽ ഇത് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ വന്നാണ് ഇത് പെട്ടെന്ന് നമ്മുടെ വോയിസ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപൂർവരാഗം എന്ന് പറയുന്ന സിനിമ ഡബ് ചെയ്യാനായിട്ട് വിളിക്കുന്നു, നായകനെ ഡബ് ചെയ്യാൻ, നിഷാനെ ഡബ് ചെയ്യാനായിട്ട്. അങ്ങനെ തൃശ്ശൂർ ചേർന്ന സ്റ്റുഡിയോയിൽ മൊത്തം ഡബ് ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്തെത്തിയപ്പോഴാണ് സിബിസാറെ കയറി വരുന്നത്. അതൊരു അസോസിയേറ്റ് ഡബ് ചെയ്തത്. സിബിസാറെ കയറി വരുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നു. സിബിസാറ് അപ്പൊ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു ഹീറോ സിബിസാറിന്റെ പടത്തിൽ ഹീറോനെ ഡബ് ചെയ്യുന്നു എന്ന് പറയുന്നത്. സിബിസാറ് അപ്പുറത്തേക്ക് വിളിച്ചിട്ട് വളരെ ഭാഗ്യത്തോടുകൂടി ഭയങ്കര വിഷമത്തോടുകൂടി എനിക്ക് പറഞ്ഞു, ഇത് മറ്റേ അല്ലു അർജുന്റെ ശബ്ദം. അയ്യോ, അങ്ങനെയാണെങ്കിൽ നായകനെ പറ്റില്ല. അപ്പൊ മറ്റേ നമ്മൾ മറ്റേ ദൈവമേ, അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്റ്റാർഡം എനിക്ക് എഡിറ്റിംഗ് ആയിട്ടാണ് കിട്ടിയത്. അല്ലു അർജുന് ഗോഡ് ഗ്രേസ്, അതൊരു നിമിത്തമായി ഞാൻ എന്ന് മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ. അല്ലു അർജുന് നമുക്കൊരു അസ്ഥിവാരം കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് പെട്ടെന്ന് ആരും തള്ളിക്കളയാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലു അർജുൻ കേരളത്തിലുണ്ട്. അതാണ് കുറെ പേര് തെലുങ്കിൽ ഇങ്ങോട്ട് വന്നു, പക്ഷെ അല്ലു അർജുൻ പോലെ ആരും ആയില്ല. എനിക്ക് തോന്നുന്നതിന്റെ ഒരു കാരണം അദ്ദേഹം നമുക്കറിയാം എന്റർടൈൻമെന്റ് പാക്കേജാണ്. തമാശ, ഒരു ഡബിംഗ് പടത്തിലെ തമാശ പറഞ്ഞ ആൾക്കാരെ ചിരിപ്പിക്കുക, പ്രത്യേകിച്ച് മലയാളികളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും ആ വഴക്കമുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഡാൻസ് ആണല്ലോ ഇദ്ദേഹത്തിന്റെ, ഒരു രക്ഷയില്ലാത്ത. പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലുവിന്റെ എല്ലാ സിനിമകളിലും അല്ലുവിന്റേതായ സ്റ്റെപ്പുകൾ വരാൻ തുടങ്ങി. പുതുമയുള്ള ഒരു സിനിമാ നടനാണോ ഈ ഡാൻസ് ഇങ്ങനെ കളിക്കുന്നത് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ഡാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം യുവാക്കളെ ഇത്രയേറെ അല്ലുവിലേക്ക് ആകർഷിക്കുന്നത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ തമാശ, പിന്നെ ഈ പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് എന്ന് പറയുന്നത്. ഞാൻ 87 മുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ്, ചെന്നൈ കടന്നവരാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ്, സിനിമയോടുള്ള ഭ്രാന്തമായ പാഷനും ഉള്ളതിന്റെ പേരിൽ എന്റെ എല്ലാ സിനിമകളും, നിങ്ങൾ ഡബിങ് സിനിമകളായിട്ട് തള്ളുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഹാപ്പി ആണെങ്കിലും മാരി ആണെങ്കിലും കൃഷ്ണ ആണെങ്കിലും ഇതൊക്കെ അല്ലു അർജുൻ പടങ്ങളാണ്. അല്ലാതെ നിങ്ങൾ വിലയിട്ടു ഹാപ്പി ഡേയ്സ്, ഇത് ഞങ്ങളുടെ ലോകം, 100% ലവ്. ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഒരു അല്ലു അർജുന്റെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണല്ലോ ഇത്. ഈ സിനിമ തിയേറ്ററിൽ വന്നാൽ യൂത്തിന് എങ്ങനെ, അതായത് ന്യൂജന് എങ്ങനെ ഈ സിനിമ ഇഷ്ടപ്പെടും, എന്ത് ഘടകങ്ങളാണ് അവരെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തൽ ശരിയാണെങ്കിൽ ന്യൂജന് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഞാൻ ഈ സിനിമ സൗണ്ട് എഫക്റ്റിലും വിഷ്വൽ ഇമ്പാക്റ്റിലും കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രമാത്രം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. വേറെ ഒരു മാജിക്കും ഞാൻ ചെയ്തിട്ട് ഈ സിനിമ 40 പേരും 50 പേരും ഒന്നിച്ച് ഒരു കുടുംബത്തോടെ വന്നിരുന്ന് കണ്ട ചരിത്രം ഞാൻ കൂടെ പോയിരുന്ന് കണ്ടിട്ടുണ്ട് കാലിക്കറ്റ് കൈരളിയിൽ. കാരണം ഇതിൽ കൊമഡി ഉണ്ട്, നല്ല മറ്റുള്ള സെന്റിമെന്റ്സ് ഉണ്ട്, നല്ല ലവ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്, മറ്റുള്ള ഘടകങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കേജ്, ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പാക്കേജ് സിനിമയാണ്. പക്ഷെ തുടക്കകാലത്തിനെക്കാട്ടി കൂടുതൽ തിരക്കുകളിലേക്ക് ജിസേട്ടൻ വരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു നിയറസ്റ്റ് ആയിട്ട് ഇപ്പൊ ആസിഫിന്റെ കൂടെ ഒരു പടം ചെയ്യാൻ പോകുന്നു. ഈ സമയത്ത് അല്ലു അർജുന്റെ ഒരു പടം ഡബിങ്ങിന് വരുമ്പോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ വേറെ ഒരു അല്ലു അർജുന്റെ സൗണ്ട് കേൾക്കേണ്ടി വരുമോ? അത് ദൈവത്തിന്റെ ഇരിക്കുന്ന കാര്യമാണ്, നമുക്ക് ഒരിക്കലും അറിയാൻ പറയുന്നത് അല്ലേ. നാളത്തെ കാര്യമാണ്, നമുക്കറിയില്ല.
നമ്പറുള്ള ടീഷർട്ട് സ്കാർഫുള്ള പാന്റ് കരിഷ്മ ബൈക്ക് സോ ഹൗ യു ഡിസൈൻ ദാറ്റ് കോസ്റ്റ്യൂം ആൻഡ് അല്ലു അർജുൻ ക്യാരക്ടർ ഫോർ ദ മൂവി காஸ்டியூம் எல்லாம் அல்லு அர்ஜுனோட ஹோம்ஒர்க் தான் அவரோட ஸ்பெஷல் காஸ்டியூம்ல ரொம்ப கேர் எடுப்பாரு அவர் வந்து பேங்காக் போய் அவர் தான் எடுத்துட்டு வந்தார் காஸ்டியூம்ஸ் பட் ஐடியாஸ் கேட்பாரு என்ன மாதிரி வேணும்னு கேட்பாரு அப்போ அந்த நாங்கள் சின்ன ஐடியாலாம் சொல்லுவோம் ஸோ அவர் கலர் சென்ஸ்லாம் அவர் தான் பண்ணுவோம் ബൈക്ക് எல்லாம் எல்லாமே டிசைன் தான் பேக்ல அந்த மாதிரி அது கூட அந்த பாக்ஸ் கூட சின்னதாக அந்த பைக் ஏற்ற மாதிரி டிசைன் பண்ணுவோம் பர்டிகுலராக எனக்கு ரொம்ப நல்ல ஞாபகம் இருக்கிறது கிழக்கம் சித்திரம் ரெண்டும் ரொம்ப தடவை பார்த்துருக்கோம் அசிஸ்டன்ட் டைரக்டராக இருக்கிறப்போ ஃபாசில் சார் படம் வந்து எல்லா படமும் பார்ப்பேன். ஃபாசில் சார் தான் எனக்கு தெலுங்குல கே விஸ்வநாத் சார் ஃபாசில் சார் பாரதிராஜா சார் பாகிராஜ் சார் இவங்களாம் எனக்கு வந்து குரு குரு மாதிரி அவங்களோட ஃபிலிம்ஸும் நான் நிறைய கற்றுக்கிட்டேன். ഇത് ഞങ്ങളുടെ ലോകം. ആ സിനിമ മുന്നേ കമ്മിറ്റ് ചെയ്തതാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. ഹാപ്പി ഡേയ്സ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. അതൊക്കെ എൻ്റെ ഒരു വീക്ഷണമാണ്. അതിൽ ആർട്ടിസ്റ്റ് ഇല്ല, അതിൽ മറ്റൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരു കുട്ടികൾ പോലും ഇല്ല. അന്ന് ഞാൻ പോയി കാണുമ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ നീ ഇത് കാണണം. എൻ്റെ സുഹൃത്ത് പറയുന്നത് നീ കാണണം. ഞാൻ പറഞ്ഞു ഒരു ഓക്കെ. ഞാൻ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. സോങ് പോലും റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ ബിഫോർ സിനിമ കമ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഡബിങ്ങും റീമേക്ക് റൈറ്റ്സും മേടിച്ചു ഹാപ്പി ഡേയ്സിൽ. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു വീക്ഷണം, ചിലപ്പോൾ ജഡ്ജ്മെന്റ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബദ്രിനാഥ് ഈ തെലുങ്ക് ഇൻഡസ്ട്രിയുടെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് സൈമൾട്ടേനിയസ് ഡബ് ചെയ്ത് ഒരു സിനിമ റിലീസ് ചെയ്തത് ബദ്രിനാഥാണ്. സെയിം ഡേ ഒരേ സ്റ്റുഡിയോയില് സെയിം ഡേ റിലീസ് ചെയ്തു ബദ്രിനാഥ്. ഒരേ സ്റ്റുഡിയോയിൽ അല്ലു അർജുൻ ഡബ് ചെയ്യുന്നു, ജിസ് ജോയ് ഡബ് ചെയ്യുന്നു. ഒരേ സ്റ്റുഡിയോ ഹൈദരാബാദിലുണ്ട്. ഹാപ്പി ഡേയ്സും കൂടി പിന്നെ റീ റിലീസ് ചെയ്യുന്നതിനെ വെച്ച് ആലോചിച്ചത് നെക്സ്റ്റ് ഫിലിം ഹാപ്പി ഡേയ്സ്. ഹാപ്പി ഡേയ്സ് ഗ്യാരണ്ടി ഇമ്പാക്ട് ഷോട്ടാണ്. പൃഥ്വിരാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാനാണ്. നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവരുടെ ഫസ്റ്റ് റിലീസ്. റിലീസ് ചെയ്യുന്ന പടം അതായിരുന്നു. അഭിനയിക്കുന്ന പടം നന്ദൻ. അഭിനയിക്കുന്ന പടം അഭിനയിച്ച് ലൊക്കേഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടം ഇപ്പൊ അവര് സെലിബ്രേഷൻ വിളിച്ചിട്ടുണ്ട്. 28ാം തീയതി സെലിബ്രേഷൻ ആണ് ഇല്ലേ? കുഞ്ഞു സിനിമയായിട്ട് വന്നു. നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ധൈര്യം അതല്ലേ. കൊച്ചു സിനിമകളാണ് ഇവിടെ ബമ്പർ ഹിറ്റ് അടിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ പുറകോട്ട് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. എല്ലാം ബഡ്ജറ്റ് അല്ല ഇവിടെ. ആര് അഭിനയിച്ചു നമ്മുടെ വിഷയമേ അല്ല. കോണ്ടന്റിന് ഇത്രയേറെ പ്രാധാന്യമുള്ള ഏത് നാട്ടിലുള്ള ഡയറക്ടർക്കും സ്വപ്നം കാണാവുന്ന ഒരു സ്ഥലമാണ്. അതായത് അവരുടെ സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. ഒരു സമയത്ത് എബ്രിക്ഷൈനില്ലേ, എബ്രിക്ഷൈൻ നമ്മുടെ ആ 1983 ചെയ്യുന്ന ആ സമയത്ത്, ആ സിനിമ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് മോനെ ഒന്ന് ഉപദേശിക്കണം. ഞാനെന്ത് ഉപദേശിക്കാനാണ്? അല്ല, ഞാൻ അല്ലു അർജുന് ഫോൺ കൊടുക്കാന്ന് വന്നത്. അല്ലു അർജുനാണ് വന്ന് വിളിക്കുകയാണ്. നീ പറഞ്ഞാൽ കേൾക്കും. ഇവൻ വിളിക്കണം, ഹലോ അല്ലു, ഞാൻ എന്റെ മോന് കൊടുക്കാൻ മുമ്പ് സംസാരിക്കാമോ? അപ്പൊ ഞാൻ ഹലോ മോനെ, എന്താണ് വിശേഷം? നീ പഠിക്കുന്നില്ല എന്ന് കേട്ടു, നന്നായിട്ട് പഠിക്കണം, അച്ഛൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ഈ കുട്ടി വിശ്വസിച്ചു. മനസ്സിലായി. അവൻ വലുതായി കഴിഞ്ഞിട്ടാണ് ഞാൻ അവനോട് പറഞ്ഞത് നിന്നെ പറ്റിക്കുകയല്ല. ടിക്കറ്റാക്കിന്റെ പ്രതീക്ഷകൾ എങ്ങനെയുണ്ട്? ടിക്കറ്റാക്ക ഞാൻ ആസിഫിന്റെ ഈ രൂപാന്തരീകരണം ഏറ്റവും അടുത്ത് നിന്ന് കണ്ട ഒരാളാണ്. അപ്പൊ അത് ആ സിനിമയ്ക്ക് വേണ്ടി ആസിഫ് എടുത്തിരിക്കുന്ന എഫോർട്ട് അയാളുടെ കഴിഞ്ഞ ഒരു 15 വർഷത്തെ അല്ലെങ്കിൽ 16 വർഷത്തെ ഒരു കരിയറിൽ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന എഫോർട്ട് എടുത്തിരിക്കുന്ന പടമാണ്. എന്താണോ ട്രെയിനർ പറയുന്നത് അത് മാത്രം ചെയ്ത് എക്സസൈസിൽ ഫോക്കസ് ചെയ്ത് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് UK ട്രാവൽ ചെയ്തു കഴിഞ്ഞ 2 ആഴ്ച. ഇപ്പോഴൊക്കെ നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴും ആസിഫ് ഇപ്പോഴും വളരെ സാലഡ്സ് മാത്രം കഴിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.